ഇന്നലെ രാത്രി കമ്പ്യൂട്ടറെ പണിതിരുന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ഇന്നലെ മഴയായിരുന്നു. അപ്പോൾ ഇന്നലെ ഇച്ചിരി കൊക്കോ പറിക്കാണ്ട്, പിന്നെ ഇച്ചിരി തേങ്ങയും പൊതിച്ച് കൊടുക്കാണ്ട്, പിന്നെ എണ്ണയാട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നല്ലൊരു വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ പോയിട്ട് 2 ഓട വെട്ടണം കൊക്കോ പറിക്കാനായിട്ട്, തോട്ടി ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞിട്ട് കൊക്കോ പറി കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ പൊതിച്ച് കൊണ്ട് കൊടുക്കണം എണ്ണയാട്ടാനായിട്ട്. പിന്നെ കുറച്ച് അരി പൊടിക്കാനുണ്ട്. അപ്പം പച്ചരി മേടിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മില്ലിൽ കൊണ്ട് പൊടിക്കാൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ ഓട വെട്ടാൻ വേണ്ടി പോകണം. ഓട വെട്ടിക്കൊണ്ട് വന്നിട്ട് വേണം കൊക്കോ പറിക്കാനായിട്ട്. ഇപ്പോൾ കൊക്കോയ്ക്കകത്തൂടെ പോവാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെ കുഴപ്പമില്ലായിരുന്നു. മഴയില്ലായിരുന്ന സമയത്ത് പിന്നെ നല്ല ഒരു വഴിയായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കാടുമായി, മഴയത്ത് പുല്ലെല്ലാം കിളുത്തേ മൊത്തത്തിൽ ഒരു ഇരുളിമയായി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. ഇതിനകത്തോടെ തന്നെ ഇതിലെയാണ് വെള്ളം നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്ന പൈപ്പ് പോയിരിക്കുന്ന വഴി. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. മുന്നോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അല്ല, ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വഴി. മൊത്തം കാടായി. ഇപ്പം ഈ ഭാഗം വന്നപ്പോഴത്തേന് ഇച്ചിരി ഒന്ന് ഇതായി കേട്ടോ. ഇതിലെല്ലാം ഈ മരമെല്ലാം വേണ്ടേ, മൊത്തത്തിൽ വഴിയെല്ലാം ആകെ ഇതായേ. കണ്ടില്ലേ, കുറച്ച് ഇവിടെ പോകാനുണ്ട്. അങ്ങോട്ടേ കുറച്ച് ദൂരം പോകാനുണ്ട്. വെട്ടുകാർ വല കിട്ടിയില്ലേ, ഭയങ്കര കാണിച്ചുതരാം. നമ്മൾ ഓർഡറുടെ അടുത്ത് എത്തി. കാടാണ്. വെട്ടുകാരെല്ലാം വല കെട്ടിയിട്ടേക്കാം. കുഴപ്പമില്ലാത്ത ഓടെ ഉണ്ട് ഇവിടെ. മൊത്തം ചിലപ്പോൾ ഇവിടേക്ക് മഴ പെയ്ത് കിടക്കുന്നുണ്ട്. അട്ടയുണ്ടാവും. മുഴുത്ത ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ മുഴുത്തൊന്നുമില്ല കേട്ടോ. ഇതാണ് ഓട. എൻ്റെ പുറകെ കാണുന്ന ഇതാണ് ഈ ഓട. മുള എന്ന് പറയാം. മുള അത് മുള അത് ചെറുത് ആണ് ഓട. ഞാനത് ഫ്രണ്ട് ക്യാമറ കാണിച്ചിട്ടാണ്, ബാക്ക് ക്യാമറ അല്ലേ. ഇതാണ് ഓട. ഓടയുടെ തുഞ്ചായ ഇവിടെ അധിക സമയം നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ആകെ മൊത്തം ഉണ്ടാക്കിയാണ്. ചിലപ്പോൾ ഈ അട്ടയൊക്കെ കാണും, ചോര കുടിക്കുന്ന അട്ടയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കാലൊക്കെ നമ്മളറിയാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒരു ഓട വെട്ടി പോട്ടെ. അങ്ങനെ നമ്മൾ ഓടയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓടയുടെ ഇത് കാണിക്കാവേ. വെട്ടിക്കൊണ്ട് വന്നത് ഇതാണല്ലോ. നല്ല നീളമുണ്ട് അത്യാവശ്യം. ഇതിനെ അവിടെ ചെന്നുവെച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഈ ഇലയൊക്കെ കളയും. ഞാനിത് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നെന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തല ഉണ്ട്, അവിടെ ഒന്ന് കുഴിച്ച് വെക്കണം, കിളുക്കോ ഇല്ലെന്നറിയാൻ വേണ്ടി. ഈ ഇലയൊക്കെ ഇല ഉള്ള ഭാഗം നമ്മൾ എടുക്കുന്നില്ല. ഇത്രയും തുഞ്ച് നമ്മൾ എടുക്കുന്നില്ല. ഈ ഇലയുള്ള ഭാഗം നമ്മൾ വീട്ടിൽ കൊണ്ട് ഒന്ന് കുഴിച്ച് വെക്കാം. അവിടെ ഉണ്ടാവില്ലെന്നറിയാം. ചിലപ്പോൾ ഉണ്ടായേക്കും. കാരണം എന്ന് വെച്ചാൽ നല്ല മഴയായതുകൊണ്ട് ചിലപ്പോൾ അത് കിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കിന്ന് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവും ഓടെ. വേറെ തോട്ടറമ്പിലൊന്നും പോകണ്ടേ. ഇത് നമ്മൾ ചെറിയ തോട്ടറമ്പിൽ പോയാൽ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ താഴെ കാണുന്നത് ഒരു ചെറിയ കൈത്തോ, ഈ താഴെ കാണുന്നത് അങ്ങ് താഴോട്ട് പോകുമ്പോൾ ഒഴുന്ന ചെറിയൊരു കൈത്തോടാണ്. ആ തോടിൻ്റെ പക്കത്തെ കാട്ടിനകത്ത് പോയാൽ ഞാൻ വെട്ടിക്കൊണ്ട് വന്നു കാണില്ലേ. മുകളിലോട്ട് അപ്പടി കാടാം. അതിനകത്ത് പോയിട്ട് ഞാൻ വെട്ടിക്കൊണ്ട് പോകാം. കുറേ ദൂരം പോകണം. അങ്ങനെ ഓട നമ്മൾ കൊണ്ടുവന്ന് റെഡിയാക്കി തോട്ടിയാക്കി ഇലിമ്പിയെ ചാരി വെച്ചു.